ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് വളരെ സ്വാദിഷ്ടമായ ഒരു ഹൽവ ഉണ്ടാക്കാം. കേരളീയർക്ക് ഏറെ പ്രിയപ്പെട്ട പഴം ഹൽവയാണ് നമ്മളിന്നിവിടെ ഉണ്ടാക്കുന്നത്. കുറച്ചേറെ പഴുത്ത പഴം പോലും ഇതിനുപയോഗിക്കാവുന്നതാണ്. നമുക്കിനി റെസിപ്പിയിലേക്ക് പോകാം. 8 നുറുക്കിയ പഴങ്ങൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ബനാന ഹൽവയ്ക്ക് ഏത് പഴം വേണമെങ്കിലും ഉപയോഗിക്കാം. ചെറിയ പൂവൻ പഴമാണ് ഇതിന് ഏറ്റവും പറ്റിയത്. മിക്സിയുടെ ജാർ ചെറുതാണെങ്കിൽ പല തവണയായിട്ട് ഇടുക. മൂടി അടച്ചതിന് ശേഷം ഒരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. അരച്ചെടുക്കുമ്പോൾ ഈ പരുവത്തിലായിരിക്കണം. നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റിവെക്കാം. മീഡിയം ഹൈ ഫ്ലെയിമിലിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് ശർക്കരപ്പൊടി ഇടുക. ഇതിലേക്ക് ഏകദേശം 1/2 കപ്പ് വെള്ളം ഒഴിക്കുക. ഇനി ഇളക്കി കൊടുക്കുക. ശർക്കര ഇവിടെ നല്ലതുപോലെ അലിഞ്ഞിട്ടുണ്ട്. ഈ ശർക്കര പാനി ഇനി മാറ്റിവെക്കാം. മീഡിയം ഹീറ്റിലിരിക്കുന്ന ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 1/4 കപ്പ് കശുവണ്ടി ചേർത്ത് കൊടുക്കുക. ഇതിനെ ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. റെഡിയായി കഴിയുമ്പോൾ ഒരു പാത്രത്തിലേക്ക് കോരിയിട്ട് മാറ്റിവെക്കുക. ഇനി ഈ പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന പഴം ഇട്ട് കൊടുക്കുക. മീഡിയം ലോ ഹീറ്റിൽ ഏതാണ്ട് 5 മിനിറ്റോളം ഫ്രൈ ചെയ്യുക. നിറം ചെറുതായി ഒന്ന് മാറിക്കഴിയുമ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഏതാണ്ട് 3 മിനിറ്റോളം വഴറ്റുക. നേരത്തെ ഉരുക്കി വച്ചിരുന്ന ശർക്കര അരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഏതാണ്ട് 4 മിനിറ്റ് കഴിയുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനെ 2 മിനിറ്റോളം വഴറ്റിയതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. ഒരു മിശ്രിതം തയ്യാറാക്കാനാണ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുന്നത്. 6 ടേബിൾ സ്പൂൺ കോൺസ്റ്റാർച്ചും 1/2 കപ്പ് വെള്ളവും നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കോൺസ്റ്റാർച്ച് മിശ്രിതം ഉണ്ടാക്കുക. ഈ മിശ്രിതം ഏതാണ്ട് പാല് പോലിരിക്കും. തയ്യാറാക്കിയ മിശ്രിതത്തിൻ്റെ 1/3 ചേർത്ത് കൊടുക്കുക. സ്റ്റൗ ലോ മീഡിയം ഹീറ്റിലേക്ക് മാറ്റിയതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഏതാണ്ട് 1.5 മിനിറ്റ് ഇടവിട്ട് 2 തവണകളായി ബാക്കിയുള്ള മിശ്രിതം ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. മിശ്രിതം ഒരുമിച്ചൊഴിച്ചാൽ കട്ട കെട്ടുന്നത് കൊണ്ടാണ് പല തവണകളായി ഒഴിച്ചു കൊടുക്കുന്നത്. കട്ടകളുണ്ടെങ്കിൽ ഒരു വിസ്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി 15 മിനിറ്റോളം ഇളക്കി കൊടുക്കുക. അതിനുശേഷം 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1 നുള്ള് ഉപ്പ്, നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കശുവണ്ടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക.
ഇത് ഏതാണ്ട് 10 മിനിറ്റോളം തുടരുക. ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കോണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക. ഇനി 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഹൽവ ഉണ്ടാക്കാൻ ഏറ്റവും അത്യാവശ്യം സമയവും ക്ഷമയുമാണ്. ഇതിവിടെ ഏതാണ്ട് റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. നല്ല കട്ടിയും ഒപ്പം നെയ്യുടെ ഗ്ലേസിങ്ങും ഇപ്പോൾ നമുക്ക് കാണാവുന്നതാണ്. കഷ്ണങ്ങളാക്കി മുറിക്കാനാണ് ഇത്രയും തിക്കാക്കുന്നത്. ഒരു പാത്രത്തിലേക്ക് നെയ്യ് പുരട്ടി കൊടുക്കുക. ഹൽവ സെറ്റായതിനു ശേഷം എളുപ്പത്തിൽ ഇളകി വരാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് വേണമെങ്കിൽ നേരത്തെ ചെയ്തു വെക്കാം. ചൂട് മാറുന്നതിന് മുമ്പ് പാത്രത്തിലേക്ക് മാറ്റുക. നെയ്യ് പുരട്ടിയ ഒരു സ്പൂൺ കൊണ്ട് നല്ലതുപോലെ അമർത്തി നിരത്തി കൊടുക്കുക. ഇനി ഏതാണ്ട് 2 മണിക്കൂറോളം തണുക്കാനായി മാറ്റിവെക്കുക. തണുത്തതിന് ശേഷം ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റുക. നല്ലതുപോലെ തണുത്തു കഴിയുമ്പോൾ ഇതിൻ്റെ രുചി കൂടുന്നതാണ്. പഴം ഹൽവ റെഡി. നിങ്ങളുടെ ഇഷ്ടാനുസരണം ഏത് ഷേപ്പിലും സൈസിലുമുള്ള കഷണങ്ങളാക്കി മുറിക്കാവുന്നതാണ്. ഇത് വളരെ സോഫ്റ്റായ ഒരു ഹൽവയാണ്. ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് അറിയിക്കുക. അടുത്ത വീഡിയോ ഞാൻ ഉടനെ ഇടുന്നതാണ്. നന്ദി, നമസ്കാരം.